CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ അംഗങ്ങൾ തമ്മിലുണ്ടായ കയ്യാങ്കളി സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇക്കാര്യം നിഷേധിച്ച് ജില്ലാ നേതൃത്വം രംഗത്തെത്തി. സംഭവം മാധ്യമ സൃഷ്ടിയാണെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ MLA പത്മകുമാർ, CI2 ജില്ലാ പ്രസിഡന്റ് PB ഹർഷകുമാർ എന്നിവർ യോഗത്തിനിടെ പോരടിച്ചു എന്നാണ് പുറത്തുവന്ന വിവരം. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിനിടെയായിരുന്നു പ്രശ്നങ്ങൾ. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചാരണത്തിൽ ചിലർ ഉടപ്പുന്നു എന്ന് പത്മകുമാർ ആരോപിച്ചതിന് പിന്നാലെയാണ് ഹർഷകുമാർ രോഷാകുലനായത്. തുടർന്ന് ഇവരുടെ തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് ജില്ലാ നേതൃത്വം രംഗത്തെത്തി. സംഭവം മാധ്യമ സൃഷ്ടിയാണെന്ന് ജില്ലാ സെക്രട്ടറി KB ഉദയഭാനു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തോമസ് ഐസക്കിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതിന് തടയിടാൻ ബോധപൂർവം ചമച്ച വാർത്തയാണിത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ വാർത്തകൾ ഉണ്ടാകാറുണ്ടെന്നും നിയമപരമായി നീങ്ങുമെന്നും ഉദയഭാനു അറിയിച്ചു. ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി റോഡ്, പാലം, ആശുപത്രി, സ്കൂള് ഇവയെല്ലാം മെച്ചപ്പെടുത്തിയെടുക്കുന്നത് ജില്ലയുടെ ചരിത്രത്തിലുണ്ടാകാത്ത വികസന പ്രവർത്തനമാണ് ഈ ജില്ലയ്ക്ക് തോമസ് ഐസക്ക് സംഭാവന ചെയ്തത്. അതിൻ്റെ ഫലമായി ഐസക്കിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. മുൻ MLA മാരായ രാജു എബ്രഹാം, A പത്മകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം PB ഹർഷകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം തോമസ് ഐസക് സർക്കാർ സംവിധാനങ്ങൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് CPI CPM-ലെ തമ്മിലടിയും തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ UDF-ന്റെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.